ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നല്ല പിലാപ്പി കിട്ടിട്ടോ. ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അത് മുറിക്കുന്ന താലേക്കും എൻ്റെ പൊന്നേ, നല്ല മൂർച്ചുള്ള കത്തി അല്ലെങ്കിൽ നല്ല മൂർച്ചുള്ളൊരു കത്രിക. ഇവിടെ ഏതായാലും കത്രിക ഇല്ല, പിന്നെ കത്തി നല്ല മൂർച്ചയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മുള്ള് തട്ടിയാൽ എൻ്റെ റബ്ബേ എന്തൊരു പൊച്ചിലാണോ. പിന്നെ അത് ഇതിൻ്റെ ചുണങ്ങ്, അതൊരു ഒന്നൊന്നര ചുണങ്ങ് അങ്ങോട്ട് എടുക്കാൻ. എന്തായാലും സംഭവം സെറ്റാക്കി നല്ലോണം വരങ്ങിട്ട് മുറിച്ച്. ഇത് പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് മുറിച്ചിട്ട്. ഇതിൻ്റെ വ്യാപാരം പറയും പാവപ്പെട്ട ഒരു കരിമീൻ. പിന്നെ വേഞ്ചും വെളുത്തുള്ളിയും മുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിടണം. നമ്മൾ എന്നും മുളക് മുളക് തേക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു കുത്തലുണ്ട് ഈ പിലാപ്പിക്ക്, അതുണ്ടാവില്ല എന്ന് പറയും. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് ഈ പിലാപ്പിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. കുറച്ചൊരു അരമണിക്കൂർ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. അതിപ്പോൾ ഏതൊരു മസാല ആയാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടും. പക്ഷെ അത് നല്ല നെരിച്ച് പൊരിക്കണം കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ സിയാർക്കാർക്ക് ഒരു ഷാലോ ഫ്രൈ ആണ് ഇഷ്ടം. പക്ഷെ ഒന്ന് ഷാലോ ഫ്രൈ, പിന്നെ നമുക്കൊക്കെ ബാക്കി നെരിക്കല്ലോ. പിന്നെ വേഗം പാൻ ചൂടാക്കി കരിവേപ്പില അങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് ഇട്ട് പിലാപ്പി അങ്ങോട്ട് ഇട്ട് നല്ല നെരിച്ച് പൊരിച്ച്, നെരിവ് വേണ്ടാത്തവർക്ക് നെരിക്കാതെയും പൊരിച്ച് അതവിടെ സെറ്റാക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. കരിമീനൊന്നും ഞാൻ കഴിച്ചിരിക്കണോ ചോദിച്ചാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യത്തെ കരിമീൻ കഴിച്ചിരിക്കണത്. പക്ഷേ അതിൻ്റെ രുചിയൊന്നും ഓർമ്മയില്ല കേട്ടോ ചെറുപ്പത്തിലെട്ടാ. പക്ഷേ ഇത് കഴിച്ചതിനെ കൂടെ ആ കരിമീൻ്റെ ഒക്കെ ഒരു പോലെയെന്ന് തോന്നും. പൊതുവേ ഞാനും പറയലിങ്ങനെ ഇത് പൊള്ളിച്ച് കഴിക്കാനും നല്ല അതിൻ്റെ ഇലയിലിട്ട് പൊള്ളിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് കേട്ടോ ഈ പിലാപ്പി. ഇതുണ്ടെങ്കിൽ നല്ല റാഹത്താണ്. ഒരു കഷ്ണം ഉള്ളിയും വേണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ അടിപൊളി കോമ്പോ ചോറിന് അടിപൊളി സെറ്റാവുക. പിന്നെ എല്ലാം പൊരിച്ചെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഉള്ളിയൊക്കെ വട്ടത്തിയിലരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഈ കോരി വെച്ച്, എൻ്റെ റബ്ബേ എന്തൊരു ടേസ്റ്റ് ചെയ്യുന്നു. ആ ഉള്ളിയും ഒരു കഷ്ണം പിലാപ്പിയും കൂടി എടുത്ത് അങ്ങോട്ട് വായിലേക്ക് ഇടുമ്പോൾ ഇപ്പം വായിൽ വെള്ളം വരുന്നത്. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് തിന്നാൻ. ആ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിടണം. അപ്പോൾ ആ ഒരു പുഴയിലുണ്ടാവുന്ന ആ മീൻ്റെ ഒരു കുത്തലുണ്ടല്ലോ അതുണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ടാറ്റാ.